എറണാകുളം പിറവത്ത് ഭാര്യയെ കൊന്ന ഭർത്താവ് ആത്മഹത്യ ചെയ്തു. കക്കാട് നെടിയാനിക്കുഴിയിൽ ബേബിയാണ് ഭാര്യ സ്മിതയെ വെട്ടിക്കൊന്ന് ആത്മഹത്യ ചെയ്തത്. 2 മക്കളെയും ബേബി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. MK ഷുക്കൂർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷുക്കൂർ, വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇയാൾ ഇത്തരത്തിൽ പെരുമാറാനുള്ള കാരണമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്നത്? ജിൽസി, ബേബി സ്മിത ദമ്പതികളുടെ മക്കളായ ഫെബയും അന്നയും ഇന്ന് രാവിലെ അയൽവാസികളെ വിവരമറിയിച്ചപ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത്. കൊലപ്പെടുത്തിയ ശേഷം ബേബി മക്കളായ ഫേബിയെയും അന്നയെയും വെട്ടി പരിക്കേൽപ്പിച്ചു എന്നാണ് ഇവരിൽ നിന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. ഇത് തന്നെയാണ് ഇവർ പോലീസിനോട് പറഞ്ഞതും. ഗുരുതരമായി വെട്ടേറ്റ ഫേബയും അന്നയും ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. ഈ സ്മിതയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ബേബി ഈ മക്കളെ ആക്രമിക്കാനായി വന്നു. ഈ കുട്ടികൾ ഓടി മറ്റൊരു മുറിയിൽ കയറി വാതിലടച്ച ശേഷം ചില ഗുളികകൾ എടുത്ത് കഴിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഏതാണ്ട് 3 മണിക്കൂറോളം ഈ കുട്ടികൾ മയക്കത്തിലായിരുന്നു. പിന്നീട് 8 മണിയോട് കൂടിയാണ് ഈ കുട്ടികൾ പുറത്തു വന്ന് മറ്റ് നാട്ടുകാരെ വിവരമറിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുത്തൻകുരിശ് DYSP TB വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ വീട് വിശദമായി പരിശോധിച്ചു. മുറികളിലും ഒപ്പം സിറ്റ് ഔട്ടിലും മണ്ണെണ്ണ ഒഴിച്ച നിലയിലാണ്. വീട് കത്തിക്കാനും ബേബി പദ്ധതി ഇട്ടിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഒപ്പം തന്നെ വീടിന്റെ ചുമരിൽ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ബേബി സ്ഥിരം മദ്യപാനിയായിരുന്നു എന്നാണ് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ചില കുടുംബ പ്രശ്നങ്ങളാണ് ഈ സംഭവത്തിന് പ്രധാനപ്പെട്ട കാരണമായത് എന്ന് പോലീസ് സംശയിക്കുന്നു. എന്തായാലും ഫോറൻസിക് വിഭാഗം അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളെ എല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇവിടെ നിന്ന് മാറ്റാനാകൂ. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളെല്ലാം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി, എറണാകുളം പിറവത്താണ് ഭാര്യയെ കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തത്. കക്കാട് നെടിയാനിക്കുഴിയിൽ ബേബിയാണ് ഭാര്യ സ്മിതയെ വെട്ടിക്കൊന്ന് ആത്മഹത്യ ചെയ്തത്. 2 മക്കളെയും ബേബി വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്.